ഉൽപ്പത്തി പുസ്തകമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയത്, ജ്യേഷ്ഠാവകാശം പ്രാപിച്ച യാക്കോബ് തൻ്റെ ഭവനത്തിൽ നിന്ന്, തൻ്റെ രാജ്യത്തിൽ നിന്ന് ഓടി പതിനരാലേക്ക് പോകുന്നതും അവിടെ ലാബാന്റെ ഭവനത്തിൽ ഒരു ആട്ടിടയനായി, ഒരു കൂലിക്കാരനെ പോലെ, ഒരു വേലക്കാരനെ പോലെ അവിടെ ആടുകളെ തീറ്റുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതുമായിട്ടാണ് നാം കണ്ടത്. ഈ മനുഷ്യൻ ആരാണെന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചാൽ, അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. അബ്രഹാമിന്റെ സന്തതിയായിരുന്ന ഇസാക്കിന്റെ മോനായിരിക്കുന്ന യാക്കോബ്, അബ്രഹാമിന്റെ എല്ലാ സമ്പത്തിനും അവകാശി ഇസാക്ക് മാത്രമായിരുന്നു. ആ ഇസാക്കിന്റെ ഇളയ മകനായിരുന്ന യാക്കോബ്, ആ ഇളയ മകന് ജ്യേഷ്ഠാവകാശം ലഭിക്കാനിടയായി. ആ ജ്യേഷ്ഠാവകാശം ലഭിച്ച ഒരു മനുഷ്യനാണ് ബഹുവിധമായ സമ്പത്തിന്റെ ഉടമയായിരിക്കുന്ന യാക്കോബ് ആണ് ഇപ്പോൾ ലാബാന്റെ വീട്ടിൽ ഒരു വേലക്കാരനെ പോലെ കഴിയേണ്ടി വരുന്നത്. ആത്മീയമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ അനുഗ്രഹം സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളുമാണ്. എന്നാൽ നാം ആ ആത്മീയ അനുഗ്രഹങ്ങൾ അവകാശമാക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നവരാണോ എന്ന് നാം നമ്മളെ തന്നെ പരിശോധിച്ചിട്ട് അല്ല എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നതെങ്കിൽ നാം അല്പം പോലും താമസിച്ചു പോയിട്ടില്ല. ഇപ്പോഴും ആ സ്വർഗത്തിന്റെ വാതിലുകൾ നമുക്ക് വേണ്ടി താല്പര്യത്തോടെ തുറന്നിട്ടുകൊണ്ട് സ്വർഗസ്വനായ പിതാവ് തൻ്റെ അടുക്കിലേക്ക് നാം ഓരോരുത്തരും ചെല്ലുന്നതിന് വേണ്ടി വളരെ താല്പര്യത്തോടെ, ആകാംക്ഷയോടെ, സ്നേഹത്തോടെ കാത്തിരിപ്പുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരിക്കല് ദാവീദ് ഇങ്ങനെ പറയുണ്ടായി. ദാവീദ് രാജാഭിഷേകം പ്രാപിച്ചവനാണ്. രാജാഭിഷേകം പ്രാപിച്ച ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരിക്കൽ ശൗലിന്റെ കൈയാൽ മരിക്കുകയുള്ളൂ. ഇത് പറഞ്ഞത് രാജാഭിഷേകം ദൈവത്താൽ തൻ്റെ തലമേൽ ഇരിക്കുമ്പോൾ തന്നെയാണ് ദാവീദ് പറയുന്നത്. ദാവീദ് പറയുന്നത്, ഞാൻ മരിക്കത്തേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് നമ്മൾ ഇങ്ങനത്തെ വളരെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ ഒരുപക്ഷെ ആയിപ്പോവാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അനവധിയായി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ആ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നാം ദാവീദിനെ പോലെ രാജാഭിഷേകം പ്രാപിച്ചവരാണ്. ദൈവം നമ്മളെ രാജാക്കന്മാരായും പുരോഹിതന്മാരായിട്ടും അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നാൽ ആ രാജാവായി, രാജാവെന്ന് പറയുമ്പോൾ ഇന്ന് ആത്മീയമായി നമ്മൾ എന്തെല്ലാമാണോ നമ്മുടെ കാൽ കീഴെ മെതിച്ച് കളയേണ്ടത്, കാൽ കീഴെ ആക്കി കളയേണ്ടത്, പാപത്തെ നമ്മുടെ കാൽ കീഴെ മെതിച്ചുകൊണ്ട് ആ പാപത്തിന്റെ മേൽ ജയം കൊണ്ടാടുന്ന രാജാവിനെ പോലെ ദൈവഹിതമല്ലാത്ത എല്ലാത്തിൻ്റെയും മേൽ നാം ഒരു വാഴ്ചയുള്ളവരായി ആയിരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല. യാക്കോബ് ഇപ്പോ ലാബാന്റെ വീട്ടിലായിരിക്കുന്നു. ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ആരെങ്കിലും മ്യൂട്ടാക്കാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് മ്യൂട്ടാക്കിയാൽ നന്നായിരുന്നു എന്ന് അപേക്ഷിക്കുന്നു. രാജാവ് ഇപ്പോ യാക്കോബ് ലാബാന്റെ വീട്ടിൽ ആയിരിക്കുന്നു. അതിന്റെ 30-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തില് വളരെ
ഒരു നല്ലൊരു വാക്യം. എല്ലാ വാക്യങ്ങളും നല്ലതെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: റാഹേൽ യോസേഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട്, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം. ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായ എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരണം. ഞാൻ പോകട്ടെ. അപ്പോ ഇത് യാക്കോബ് ലാബാനോട് പറയുന്നത് ഒരു ഇൻസിഡന്റ്, ഒരു സംഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ സംഭവം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, റാഹേൽ പ്രസവിച്ചു. റാഹേലിന് നീണ്ട വർഷങ്ങളായിട്ട് റാഹേൽ പ്രസവിച്ചിരുന്നില്ല. യാക്കോബ് റാഹേലിനെ അധികമായി സ്നേഹിച്ചിരുന്നു. ലേയെക്കാട്ടിലും റാഹേൽ രൂപവതി ആയിരുന്നത് കൊണ്ട് റാഹേലിനെ യാക്കോബ് വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷെ യാക്കോബിന് വേണ്ടി മക്കളെ പ്രസവിക്കാൻ റാഹേലിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ദൈവം റാഹേലിന്റെ ഗർഭം തുറന്നു. റാഹേൽ ഒരു മകനെ പ്രസവിച്ചു, യോസെഫ്. 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, റാഹേൽ യോസെഫിനെ പ്രസവിച്ച ശേഷം ആണ് യാക്കോബ് ലാബാനോട് പറയുന്നത്, ഞാൻ എൻ്റെ ദേശത്തേക്ക്, എൻ്റെ പിതൃഭവനത്തേക്ക്, എൻ്റെ അവകാശത്തിലേക്ക് ഞാൻ മടങ്ങി പോവാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആദ്യ ഭാഗത്ത് നമ്മൾ മനുഷ്യനെ കാണുന്നുണ്ട്, ഹാനോക്ക്. 300 വർഷം ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനാണ്. 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. എന്നാൽ ദൈവത്തോട് കൂടെ 300 വർഷം നടക്കാൻ തൻ്റെ ജീവിതത്തിൽ ഇപ്പറഞ്ഞതുപോലെ ഒരു സംഭവം ഉണ്ട്. ആ സംഭവം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ബെത്ശിലേഹ് എന്നൊരു പുത്രൻ, ഒരു മകൻ ഹാനോക്കിന് ജനിച്ചു. ഹാനോക്കിന് ബെത്ശിലേഹ് ജനിച്ചതിന് ശേഷമാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ തുടങ്ങിയത്. ഹാനോക്കിന് 65 വയസ്സുള്ളപ്പോഴാണ് ഹാനോക്ക് ബെത്ശിലേഹിനെ ജനിപ്പിച്ചത്. ബെത്ശിലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. ബെത്ശിലേഹിനെ ജനിപ്പിക്കാൻ ഹാനോക്കിന് 50 വയസ്സുള്ളപ്പം കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു 15 വർഷം കൂടെ, 315 വർഷം ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് ഈ തിരുവചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എഴുതാൻ ഇടയായി. എന്നാൽ 65 വയസ്സുള്ളപ്പോഴാണ് ഹാനോക്കിന് ബെത്ശിലേഹിനെ ജനിപ്പിക്കാൻ ഇടയായി. അബ്രഹാമിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോഴും ഇതേ ഒരു സംഭവം നാം കാണുന്നു. അബ്രഹാം 99 വയസ്സുള്ളപ്പോഴാണ് പരിച്ഛേദനയേറ്റത്. അബ്രഹാം പരിച്ഛേദനയേറ്റു. ആ വർഷം തന്നെ ഇസ്ഹാക്ക് ജനിച്ചു. 86 വയസ്സ് മുതൽ 99 വയസ്സ് വരെ നീണ്ട 13 വർഷം ദൈവത്തിന് അബ്രഹാമിനോട് ഒന്നും സംസാരിക്കാൻ ഇല്ലാതെ പോയി. എന്നാൽ 99 വയസ്സ് ആയപ്പോൾ അബ്രഹാം പരിച്ഛേദന ഏറ്റു. അബ്രഹാം പരിച്ഛേദന ഏൽക്കാൻ കുറെ സമയം കൂടെ മുൻപ് അബ്രഹാം പരിച്ഛേദന ഏറ്റിരുന്നുവെങ്കിൽ ഇസാക്ക് കുറച്ചുകൂടെ കാലം മുമ്പ് ജനിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞതിന് താല്പര്യം, മാനസാന്തരപ്പെടാൻ നാം എത്രത്തോളം തിടുക്കത്തോടെ മാനസാന്തരപ്പെടുന്നുണ്ടോ, എത്രത്തോളം അതിനുവേണ്ടി നാം താല്പര്യപ്പെടുന്നുണ്ടോ, അതിനുവേണ്ടി നാം വില കൊടുക്കാൻ തയ്യാറാണോ, അത്രത്തോളം വേഗത്തിൽ ദൈവപ്രവൃത്തി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകും എന്ന് ഈ സംഭവങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നു, റാഹേൽ യോസേഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് പറയുന്നത്, ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകുവാൻ എന്നെ അയക്കണം. ഇപ്പൊ ലാബാന്റെ വീട്ടില് ലാബാന്റെ ആടിനെ തീറ്റുന്ന ഇടയനായി നിൽക്കുന്നതുകൊണ്ട് ലാബാനോട് ഒരു റിക്വസ്റ്റ്, തൻ്റെ ആഗ്രഹം ലാബാനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ദേശത്തേക്ക് എനിക്ക് പോകണം, അതിന് നീ എന്നെ വിടണം. എന്നാൽ ലാബാന്റെ മറുപടി, ലാബാന്റെ 27-ാമത്തെ വാക്യത്തിൽ ലാബാന്റെ മറുപടി കാണുന്നു. ലാബാൻ അവനോട്, നിനക്ക് എന്നോട് ദയുണ്ടെങ്കിൽ പോകരുതേ. ഒരു അപേക്ഷയാണ്, ഒരു ഹമ്പിൾ, എന്താ വെച്ചാൽ വളരെ താഴെ വീണുള്ള ഒരു അപേക്ഷ
ലാബാൻ യാക്കോബിനോട് പറയുക, നിനക്ക് എന്നോട് ദയുണ്ടെങ്കിൽ നീ പോകരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചായിരുന്നു, ഈ ലാബാൻ എന്ന് പറയുന്നത് ഇന്ന് ഈ ലോകത്തിന്റെ നിഴലാണ്. ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകാൻ, ദൈവപക്ഷത്തേക്ക് മാറി നിൽക്കാൻ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ചവനാണെങ്കിൽ പോലും ലോകം സമ്മതിക്കാറില്ല. ലോകത്തിന്റെ താല്പര്യം എല്ലാ സമയത്തും എല്ലാ കാലത്തും ലോകം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ തന്നെ ഓരോരുത്തരും അവസാനം കണ്ടെത്തണമെന്നാണ്. എന്നാൽ ലോകത്തിന്റെ പിടിയിൽ നിന്ന് വേർപെട്ട് ദൈവത്തിന്റെ പക്ഷത്തേക്ക് മാറി നിൽക്കുന്നവർ എല്ലാ കാലത്തും വിരളമായിരുന്നു, ചുരുക്കമായിരുന്നു. ഈ കാലത്തും ഏത് കാലത്തും അതങ്ങനെ തന്നെയാണ്. ഇവിടെ ഇപ്പൊ യാക്കോബ് ലാബാനോട് പറയുന്നു, യാക്കോബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യാക്കോബ് സാധാരണക്കാരനല്ല, യാക്കോബ് ജ്യേഷ്ഠാവകാശം പ്രാപിച്ചവനാണ്. ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ പ്രഭുവായിരിക്കേണ്ടവനാണ്, തന്നെയല്ല ഇരട്ടി പങ്കിന് അവകാശിയാണ്. നാമും ഈ യാക്കോബിനെ പോലെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന സ്വർഗസ്നായ പിതാവിന്റെ ആദ്യജാതനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അവകാശം ദൈവത്തിന്റെ കൃപയാൽ ദൈവം നമുക്കും തരാനിടയായി. അങ്ങനെ ആ അവകാശം പ്രാപിച്ചവരാ നാം ഓരോരുത്തരും. ദൈവമക്കളായി തീർന്നവർ ഓരോരുത്തരും ആ അവകാശം പ്രാപിച്ചവരാണ്. പക്ഷെ ഇപ്പോ ലാബാൻ അഥവാ ഈ ലോകത്തിന്റെ പിടിയിൽ ആയിരിക്കുന്നു. ആ ലോകത്തിൽ നിന്ന് നമ്മൾ ആ ലോകത്തിൽ ആണ് എന്നത് പോലും അറിയാതെ ആ ലോകത്തിന്റെ ഒഴുക്കിനൊത്ത് ഒഴുകുന്നവരും ആ ലോകത്തിന്റെ താല്പര്യപ്രകാരം നമ്മളെ വിധേയപ്പെടുത്തുന്നവരും ആയിപ്പോവാൻ സാധ്യതയുണ്ട്. ഈ ലോകത്തെ സ്നേഹിക്കരുത് എന്ന് അപ്പോസ്തലനായ യോഹന്നാൻ വളരെ കർക്കശമായി നമ്മളോട് പറയുന്നു. നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ അവൻ ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. ദൈവത്തിന്റെ ശത്രുവായിത്തീരാൻ കൊലപാതകം ചെയ്യേണ്ട, വ്യഭിചാരം ചെയ്യേണ്ട, ദുഷ്പ്രവൃത്തികളൊന്നും ചെയ്യേണ്ട. ദൈവത്തിന്റെ ശത്രുവായിത്തീരാൻ ഒറ്റ കാര്യം മാത്രം മതി. ദൈവത്തിന്റെ ശത്രുവായിത്തീരാൻ ലോകത്തെ സ്നേഹിച്ചാൽ മതി. ഈ ലോകത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും ദൈവത്തെ പകയ്ക്കുന്നവരും ദൈവത്തെ നിഷേധിക്കുന്നവരും ദൈവപക്ഷത്തേക്ക് മാറി നിൽക്കാൻ മനസ്സിലാത്തവരുമാണ്. എല്ലാ കാലത്തും ലോകം ദൈവമക്കളെ വശീകരിച്ച് വശപ്പെടുത്താൻ മുതിർന്നിട്ടുണ്ട്, താല്പര്യപ്പെട്ടിട്ടുണ്ട്. അനേകർ അതിൽ വീണുപോയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പോലും പറയുന്നല്ലോ, തന്നോട് കൂടെ സുവിശേഷ വേലയിൽ വളരെ തീപ്പൊരി പോലെ നിന്നിരുന്ന മനുഷ്യൻ ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ട് തെസ്സലോനിക്കയ്ക്ക് പോയി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തെ സ്നേഹിച്ച അനേകരുടെ ചരിത്രം ദൈവത്തിന് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ദൈവജനത്തിൽ ലോകത്തെ സ്നേഹിച്ച് ദൈവത്തിന് ശത്രുക്കളായി ഈ ലോകത്തിൽ അധപ്പതിച്ചു പോയി ഈ ലോകത്തിൽ നശിച്ചു പോയവരുടെ ചരിത്രം ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ കാരണം, അതിന്റെ ഉദ്ദേശം നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. യാക്കോബിന്റെ ജീവിതത്തിൽ യാക്കോബ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു, അഥവാ ദൈവത്തിന്റെ നിത്യമായ ഒരു ഉദ്ദേശം യാക്കോബിന്റെ മേലും യോസേഫിന്റെ മേലും യാക്കോബിന്റെ 12 മക്കളുടെ മേലും ഒരു ദൈവ ഉദ്ദേശമുണ്ട്. ആ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം ഓരോരുത്തരെയും അതത് സമയങ്ങളിൽ വിളിക്കുകയും വേർതിരിക്കുകയും അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവം ഇടുന്ന കാര്യങ്ങൾ വിവിധങ്ങളായിരിക്കാം. വിവിധങ്ങളായ കാര്യങ്ങളിൽ കൂടെയാണ് ഓരോരുത്തരെ ദൈവം അതിനുവേണ്ടി തയ്യാറാക്കി എക്വിപ്പ് ചെയ്യുന്നത്, അതിനെ സജ്ജരാക്കുന്നത്. ഇവിടെ യാക്കോബിന്റെ മേലുള്ള ദൈവവിളി അല്ലെങ്കിൽ യോസേഫിന്റെ മേലുള്ള ദൈവവിളി നിറവേറ്റാൻ യോസേഫ് ജനിച്ചു കഴിഞ്ഞു. യോസേഫ് ജനിച്ച് ഏകദേശം യോസേഫിന് 17 വയസ്സ് വരെയുള്ള യോസേഫിന്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ മുന്നോട്ട് പഠിക്കുന്നുണ്ട്. അതിനുള്ള സമയം ആയതുകൊണ്ട്, അടുത്ത് വരുന്നത് കൊണ്ട് ദൈവം യാക്കോബിന്റെ ഹൃദയത്തിൽ ഒരു താല്പര്യമിട്ടു. ആ താല്പര്യം ഈ ലാബാന്റെ വീട്ടിൽ നിന്ന് പോവുക എന്നുള്ളതാണ്.
ലാബാന്റെ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടി ദൈവം ലാബാനോട് ലാബാന്റെ ഹൃദയത്തിൽ ചെയ്തിരുന്നു. 31 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. 31 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്ന പോലെ അല്ല എന്ന് കണ്ടു. ലാബാന്റെ മുഖത്തിന് വലിയ മാറ്റം വന്നു. യാക്കോബിനോടുള്ള സമീപനത്തിൽ, യാക്കോബിനോടുള്ള ഇടപെടലിൽ ലാബാന്റെ മുഖത്തിന് ഭയങ്കര മാറ്റം വന്നു. ലാബാന്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ യാക്കോബിന്റെ കാര്യം മനസ്സിലായി. ഈ ലാബാന് തന്നോടുള്ള മനോഭാവത്തിൽ കാര്യമായ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. മുഖം മനുഷ്യന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നു എന്ന് ദൈവവചനം കാണുന്നുണ്ട്. ഇസ്രായേൽ ഇങ്ങനെ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, ഒരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് നെളിക്കുന്നു. അപ്പോ ഇസ്രായേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊരു മനുഷ്യന്റെയും ഉള്ള് എന്താണെന്ന് അവന്റെ മുഖം തെളിയിക്കുന്നു, പറയുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയപ്പോൾ ലാബാന്റെ മുഖം പണ്ടുള്ളത് പോലല്ല. ലാബാന്റെ മുഖം ഇപ്പം വ്യത്യസ്തമായിരിക്കുന്നു. തന്റെ നേരെ ലാബാന്റെ മുഖം വേറൊരു രീതിയിലായിരിക്കുന്നു. അങ്ങനെയാണ് എന്ന് യാക്കോബ് മനസ്സിലാക്കിയപ്പോൾ യാക്കോബിനോട് ദൈവം ഇടപെടുകയാണ്. 31 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം അതിങ്ങനെ എഴുതിയിരിക്കുന്നു: അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇത് കുറച്ചു നാളുകൾക്ക് മുൻപ് യാക്കോബിനോട് ഇത് പറഞ്ഞാൽ യാക്കോബ് അത് അനുസരിക്കത്തില്ല. കാരണം അന്ന് ലാബാന്റെ മുഖം യാക്കോബിന് അനുകൂലമായും ലാബാന്റെ മുഖം യാക്കോബിന് എപ്പോഴും വളരെ പ്ലീസിങ് ആയിട്ടും വളരെ തന്നെ സന്തോഷിപ്പിക്കുന്നതായിട്ടും തോന്നിയിരുന്ന കാലമുണ്ട്. എന്നാൽ ഇപ്പോ അങ്ങനല്ല. ഇപ്പൊ തന്നെ ലാബാന്റെ മുഖം തന്നോട് വളരെ വ്യത്യസ്തമായിരിക്കുന്നു. അപ്പോൾ യഹോവ, ഇതുവരെ യഹോവയ്ക്ക് ഇത് പറഞ്ഞാൽ യാക്കോബ് കേൾക്കത്തില്ല. സാഹചര്യങ്ങളെല്ലാം എതിരാകുമ്പോഴാണ് പ്രിയ സഹോദരിമാരെ നമ്മളും പലപ്പോഴും എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ താല്പര്യപ്രകാരം അനുകൂലമാണ് എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നതെങ്കിൽ പലപ്പോഴും നാം പ്രാർത്ഥിക്കാൻ പോലും അവസരങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കാത്തവരായിരിക്കും. ഞാൻ ധരിക്കുന്ന ഒരു കാര്യം, നമ്മളിൽ ഓരോരുത്തരും, ഞാനടക്കം നമ്മളിൽ മിക്കവരും പേരും തന്നെ പ്രാർത്ഥനയിൽ അധികം സമയം ചെലവഴിക്കുന്നത് നമ്മളുടെ സാഹചര്യങ്ങളെല്ലാം എതിരായി തീരുമ്പോഴാണ്. നമ്മുടെ ഹൃദയത്തിന്റെ താല്പര്യപ്രകാരം അല്ലാതെ എല്ലാം തകിടം പറഞ്ഞ് എങ്ങുമെങ്ങും എത്താതെ ഒരു ഭയങ്കരമായ പ്രയാസങ്ങളിൽ കൂടെ നാം കടന്നു പോകുന്ന സന്ദർഭങ്ങളിൽ ആണ് നാം പ്രാർത്ഥിക്കുന്നത്. യാക്കോബ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ കഷ്ടം അനുഭവിക്കാൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവർ പാട്ട് പാടട്ടെ. അപ്പോ നമ്മുടെ കഷ്ടതകളിലാണ് ദൈവത്തിന്റെ വിത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ വീഴാൻ പാകമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ലാബാന്റെ മുഖത്തെ യാക്കോബിന് നേരെ ദൈവം കുറച്ച് പണ്ടത്തേനേക്കാൾ കഠിനമാക്കി തീർത്തു. യാക്കോബിന് അങ്ങനെ തോന്നിയപ്പോൾ സാഹചര്യങ്ങളെല്ലാം എതിരായി വരുന്നു എന്ന് യാക്കോബിന് മനസ്സിലായപ്പോൾ ദൈവം യാക്കോബിനോട് ഇടപെടുന്നു. യാക്കോബെ, നീ ഇവിടുത്തെ താമസം മതിയാക്കിയിട്ട് നിന്റെ പിതൃഭവനത്തിലേക്കും നിന്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്കും നീ മടങ്ങിപ്പോണെന്ന് പറഞ്ഞു. 31 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ യഹോവ, ദൈവത്തിന് മനുഷ്യന്റെ ഹൃദയങ്ങളോട് സംസാരിക്കാൻ ഓരോ അവസ്ഥകൾ മനുഷ്യന്റെ ഹൃദയത്തിന് ദൈവം ഇടാറുണ്ട്.
അങ്ങനത്തെ അവസ്ഥകളിൽ ദൈവം ആ മനുഷ്യനെ എത്തിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് ആ മനുഷ്യനോട് ഇടപെടാൻ കഴിയത്തുള്ളൂ. നമ്മൾ മുടിയൻ പുത്രൻ എന്ന പേരിൽ നമ്മൾ എല്ലാവർക്കും സുപരിചിതമായ ഒരപ്പന്റെ രണ്ടാമത്തെ പുത്രനുണ്ടല്ലോ. ആ മകന് അപ്പന്റെ ഭവനത്തോടും അപ്പനോടും അവിടുത്തെ ജോലിക്കാരോടും അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം ഇവന്റെ ഹൃദയത്തിൽ പിന്നെയും ഒരിക്കൽ കൂടെ ചിന്തിക്കത്തക്ക രീതിയിൽ അവനെ ആക്കി തീർത്തത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അവൻ പന്നികൾ കഴിക്കുന്ന വാളവരെ പോലും അവന് ലഭിക്കാനില്ലാത്ത അവസ്ഥയിൽ അവൻ ആയിത്തീർന്നപ്പോൾ, ആ അവസ്ഥയിൽ ആയിത്തീർന്നപ്പോഴാണ് അവന് സുബോധം ഉണ്ടായി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും സുബോധം വരുത്താൻ വേണ്ടി ഇതുപോലത്തെ വളരെ കഷ്ടതയുടെ താഴ്വരകളിലൂടെ, ഇരുട്ടിന്റെ താഴ്വരകളിലൂടെ, കണ്ണുനീരിന്റെ താഴ്വരകളിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കാറുണ്ട്. അതിൻ്റെ എല്ലാം കാരണം ആ സമയങ്ങളെല്ലാം ഒരുപക്ഷെ നാം ചിന്തിക്കുമ്പോൾ സ്വർഗം മൗനമായിരിക്കുന്ന പോലെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ആ സമയങ്ങളിൽ പിതാവിന്റെ ഹൃദയത്തിലേക്ക് നാം നോക്കാൻ കഴിഞ്ഞാൽ ആ ഹൃദയത്തിന്റെ വിചാരങ്ങളെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള വിചാരങ്ങളാണ് എന്ന സത്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ഈ യാക്കോബിന്റെ നേരെ ലാബാന്റെ മുഖം തന്റെ നേരെ മാറി. അപ്പോൾ യഹോവ യാക്കോബിനോട് പറഞ്ഞു, നീ മടങ്ങിപ്പോവുക. അതിന്റെ 31-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഈ ലാബാൻ പറയുന്നൊരു കാര്യമുണ്ട്. നിന്റെ പിതൃഭവനത്തെ കുറിച്ചുള്ള നിന്റെ വാഞ്ചയാൽ നീ പുറപ്പെട്ടു പോവുകയാണ്. ലാബാൻ യാക്കോബിനോട് പറയുന്നുണ്ട്, അപേക്ഷിക്കുന്നുണ്ട്, നീ പോകരുത്. യാക്കോബിനോട് പറയുക, നീ പോകരുത്, എന്നെ വിട്ട് നീ പോകരുത്. അതൊരു കമാൻഡ്, ഒരു ഓർഡർ അല്ല, ഒരു അപേക്ഷയായിരുന്നു. ആ അപേക്ഷ നിരസിക്കുകയോ കൈക്കൊള്ളുകയോ ചെയ്യുക എന്നുള്ളത് യാക്കോബിന്റെ ഭാഗത്തെ കാര്യമാണ്. രണ്ടിനും ഇടയുണ്ട്. 20 വർഷം ഈ ലാബാന്റെ വീട്ടിൽ താമസിച്ചവനാണ്, നീണ്ട 20 വർഷം. അവിടുത്തെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം യാക്കോബിന് നല്ലോണം അറിയാം. ആ 20 വർഷം ജീവിച്ച ഒരു വീട്ടിലുള്ള ആ വീടിന്റെ ഉടമസ്ഥൻ ഇത്ര കാലം തന്നെ സംരക്ഷിച്ചവൻ പറയുന്നു, നീ പോകരുതെന്ന് പറയുമ്പോൾ പ്രഥമദൃഷ്ട്യാ ധിക്കരിച്ചു പോകാൻ പ്രയാസം ഉണ്ടാവും. പക്ഷെ ഇവിടെ സംഭവിച്ച കാര്യം 31-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം നമ്മൾ കാണുമ്പോൾ പിതൃഭവനത്തെ കുറിച്ചുള്ള വാഞ്ചയാണ്, പിതൃഭവനത്തെ കുറിച്ച് താല്പര്യമാണ് യാക്കോബിന് ലാബാന്റെ ഭവനം വിട്ടു പോകാൻ ഇടയാക്കിയത്. അതിന് മുഖാന്തരം ദൈവം ഒരുക്കി. അതിന് പ്രധാനപ്പെട്ട മുഖാന്തരം ലാബാന്റെ മുഖം യാക്കോബിന്റെ നേരെ പണ്ടതിനേക്കാൾ കഠിനമായി യാക്കോബിന് തോന്നാൻ ഇടയായി. ഈ യാക്കോബ് ഈ ലാബാന്റെ ഭവനം വിട്ടുപോയി. ഭവനം വിട്ടുപോയപ്പോ താൻ ഒന്നുമില്ലാത്തവനായി ലാബാന്റെ വീട്ടിൽ വന്നു. എന്നാൽ ഇന്ന് താൻ മടങ്ങിപ്പോകുമ്പോൾ അനവധി സമ്പത്തുള്ളവനായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. ഈ ലോകം ഈ ലോകത്തിൽ നാം മടങ്ങിപ്പോകുമ്പോൾ നാം എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ താല്പര്യത്തോടെ നാം ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്വം അല്ല, നമ്മുടെ ഭാവി ഭാഗതയെ നിർണയിക്കുന്ന അതിശക്തമായ നിത്യതയെ ബാധിക്കുന്ന കാര്യം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിലാണ് നിർണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നാം ഈ ലോകത്തിൽ മടങ്ങിപ്പോകുന്നു. നാം എങ്ങനെ മടങ്ങിപ്പോകുന്നു എന്നുള്ളത് വളരെ നിർണായകമായ കാര്യമാണ്. അത് നമ്മുടെ നിത്യതയെ വളരെ അധികം ബാധിക്കുന്ന കാര്യമാണ്. അനേകർ മടങ്ങിപ്പോകുന്നത് വെറും കൈയായിട്ടാണ് അനേകർ മടങ്ങിപ്പോകുന്നു. ഞാൻ ഭൗതികമായ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. ഒരിക്കല് ഇതിനെക്കുറിച്ച് മനസാക്ഷി യുഗത്തിൽ ജീവിച്ചിരുന്ന
ഇയ്യോബ് ഒരിക്കലും ഇങ്ങനെ പറയാനിടയായി, നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. മനസാക്ഷി യുവത്തി ജീവിച്ചിരുന്ന ഇയ്യോബിന് അത്രത്തോളം മാത്രമേ അതിനെക്കുറിച്ച് ഉള്ള അറിവുള്ളായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എങ്ങനെയിരിക്കും? അപ്പോസ്തലൻ പൗലോസ് അതിനെക്കുറിച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ എഴുതാനിടയായി, ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിട്ടിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഒരു പാർപ്പിടം ഇതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. അപ്പോ അപ്പോസ്തലൻ പൗലോസ് ഇവിടെ ഇരുന്നത് നഗ്നനായിട്ടാണ് ഇരുന്നതെങ്കിലും ഇവിടുന്ന് പോയപ്പോൾ നഗ്നനായിട്ടല്ല പോയത്. നേരെ മറിച്ച് ആത്മീയമായിട്ട് സ്വർഗീയമായ ഒരു പാർപ്പിടം തനിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അത് ധരിപ്പാൻ വേണ്ടിയാണ് ഇവിടുന്ന് മടങ്ങിപ്പോയത്. നാം ഓരോരുത്തരും ഈ ലോകത്തിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ വെറും കൈയായി മടങ്ങിപ്പോകുന്നു. ലാബാൻ വെറുതെ അയച്ചു കളയാനാണ് യാക്കോബിനോട് താല്പര്യപ്പെട്ടത്. എന്നാൽ യാക്കോബ് ഇപ്പൊ പോകുന്നത് വെറുതെയല്ല, അനവധി സമ്പത്തുമായിട്ടാണ് പോകുന്നത്. ഇന്ന് യാക്കോബിന് അന്ന് ആടുമാടുകളും ദാസിദാസന്മാരും ഭാര്യമാരും ഒട്ടകങ്ങളും എല്ലാം ആയിരുന്നു അന്നത്തെ ഭൗതികമായ സമ്പത്ത് എന്നത് സത്യമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയമായ സമ്പത്ത് എന്ന് പറയുന്നത് ഈ വക കണ്ണിന് കാണുന്നതൊന്നുമല്ല, ഈ ലോകത്തിലുള്ളതൊന്നുമല്ല. നേരെ മറിച്ച് നിത്യതയിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ യേശു ക്രിസ്തുവിനുള്ള നിത്യമായ അവകാശം നമ്മുടെ അവകാശമായി കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നമ്മുടെ സ്വന്തമായി തീർന്നുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകണമെന്നായിരിക്കണം നമ്മുടെ ഓരോരുത്തരും വാഞ്ച. അത് നമുക്ക് തരും എന്നുള്ളതിന്റെ ഉറപ്പ്, അത് നമുക്ക് കിട്ടും എന്നുള്ളതിന്റെ ഉറപ്പാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അഡ്വാൻസ് ആയിട്ട് അച്ചാരമായിട്ട് ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരു അഡ്വാൻസ് ആയിട്ട് അച്ചാരമായി ഹൃദയങ്ങളിൽ ഏറ്റിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇതൊരു അഡ്വാൻസ് മാത്രമാണ്. എന്നാൽ ഇതിന്റെ പുറകിൽ വലിയൊരു എമൗണ്ട് കിട്ടാനുണ്ട് എന്നുള്ള വസ്തുത നാം വിസ്മരിച്ചു പോകരുത്. ഇത് വല്ലാത്ത ഡിസ്റ്റർബൻസ് വരുന്ന പ്രിയപ്പെട്ടവര്, അത് ആരാണെന്ന് വെച്ചാൽ ഒന്ന് മ്യൂട്ട് ചെയ്താൽ നല്ലതായിരുന്നു. അങ്ങനെ യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ നിന്ന് മടങ്ങിപ്പോയിട്ട് ലാബാന്റെ വീട്ടിൽ നിന്ന് പോയിട്ടും ലാബാൻ യാക്കോബിന്റെ പുറകെ യാക്കോബിനെ എത്തിപ്പിടിക്കാൻ വേണ്ടി പിന്നെയും പിന്തുടർന്ന് പോകുന്നത് നമ്മള് അതിന്റെ 31-ാം അധ്യായത്തിന്റെ 48 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യാക്കോബ് ലാബാനെ വിട്ടുപോയി. ഈ ലോകം വേണ്ട എന്ന് പറഞ്ഞ് നാം ഈ ലോകത്തെ ഉപേക്ഷിച്ച് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ തന്നെ ലോകം വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ടുള്ള അനേകരെ ഈ ലോകം പിന്നെയും തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പിന്നെയും പല മുഖാന്തരങ്ങളിൽ കൂടെ അവരെ ലോകത്തിലേക്ക് വലിച്ച് താഴ്ത്തിക്കൊണ്ടുവരാൻ വേണ്ടി പിന്നെയും അവരുടെ പുറകെ പോകുന്ന ലോകത്തെ നമുക്ക് പരിചയമുണ്ട്. അത് ഏദൻ തോട്ടത്തിൽ വെച്ച് കാണിച്ചതുപോലെ ഒരു പക്ഷേ അത് ജഡമോഹമാകാം, കൺമോഹമാകാം, ജീവനത്തിന്റെ പ്രതാപമാകാം. ഇതെല്ലാം ലോകം നമ്മളെ കാണിച്ചിട്ട് ഈ ലോകത്തിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി ഈ ലോകം നമ്മുടെ പുറകെ വരും. എന്നാൽ അവിടെ നമ്മൾ കാണുന്ന കാര്യം ഒരു മിസ്പ അവിടെ ഉണ്ടാകാൻ ഇടയായി. പ്രിയ സഹോദരിമാരെ, എന്താണ് മിസ്പ എന്ന് നമുക്കറിയാം. ആ മിസ്പ വെറും ഒരു കൽക്കൂമ്പാരമല്ല,
ഒരു കൽക്കൂട്ടമല്ലത്. ആ മിസ്പ കാണുമ്പോൾ നാം ചെയ്ത ഒരു ഉടമ്പടിയാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. മിസ്പ എന്ന് പറയുന്നത് കല്ല് പിറക്കി കൂട്ടിയ ഒരു കൽക്കൂമ്പാരമാണ്. ആ കൂമ്പാരത്തിന്റെ ഒരു കഥ പറയാനുണ്ട്, ഒരു സംഭവം പറയാനുണ്ട്. ആ കൽക്കൂമ്പാരം കാണുമ്പം അവനാൽ ഞാൻ ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ ആത്മാവിനാൽ പറഞ്ഞതുപോലെ ഞാൻ ഈ ലോകത്തിലേക്ക് ഇനി കടന്നു പോകത്തില്ല, ലോകം എന്നിലേക്കും കടന്നു വരത്തില്ല എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് മിസ്പ. പ്രിയ സഹോദരിമാരെ, പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു എന്നുള്ള സത്യമാണ്. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ അന്യരാണ്, പരദേശികളാണ്. ഒരു നിത്യമായ അവകാശം പിതാവ് യേശുക്രിസ്തു മുഖാന്തരം ദൈവരാജ്യത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഉത്സാഹിക്കാം. നമ്മുടെ നോട്ടം ഈ ലോകത്തിൽ നിന്ന് മാറ്റിയിട്ട് അങ്ങോട്ട് ആയിത്തീരുവാൻ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത സമയം ചിന്തിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി എല്ലാ നന്മയിലും ദൈവം സഹായിക്കട്ടെ. ആമേൻ.